മണ്ണാർശ അമ്മേ, കൊത്താരൻ ഇനി എന്നാ തിരിച്ച്? ആലപ്പുഴ പോയി ചരക്കിറക്കേണ്ട താമസം കൊച്ചേ. ആ കൊച്ചതിനി മണ്ണാർച്ച പോകുമ്പോ പുറ്റുമുട്ട വാങ്ങി നടക്കി വെച്ചേ. ജാനിച്ചേയേ, എങ്ങനെയുണ്ടായിരുന്നു മണ്ണാർച്ച ആയില്യം? എന്തോരോ ആളായിരുന്നു. അമ്മയുടെ മുമ്പിൽ പാടി കൊതി തീർന്നില്ല. നീ തന്നെ ഉള്ളോടി. ദാസനെവിടെ? കൊത്താറൻ നേരത്തെ പോന്നു. ആണ്ടിലൊരിക്കലല്ലേ തേവിച്ചേ ആയില്ലേ ഉള്ളൂ. ഞാൻ അമ്മയുടെ മുമ്പിൽ അങ്ങനെ ഇരുന്നു. പിന്നെ വന്ന വഴി താമല്ലാക്കൽ അപ്പന്റെ കുടിയിലൊന്ന് കേറി. ഇത്തവണത്തെ ആയില്യത്തിന് കോളി 2 കേട്ടെ. ജാനകിയും ചക്കരയും പോരാഞ്ഞിട്ടാവും ദാസം കൊത്താറിനിപ്പോ നെടുന്തറയിലും ചിങ്ങോലിലും ഒക്കെ ചില വരത്തുപോക്ക് തുടങ്ങിയിട്ടുണ്ടെന്നാ കേട്ടെ. നിർത്തടി, അവിടെ ഒരു വർത്തമാനം. കൂശുംബി. ദേവി, നാഗദൈവങ്ങളെ കാത്തു രക്ഷിക്കണേ. അമ്മേ, വിശന്നിട്ട് വയ്യ. പള്ളിക്കൂടത്തിൽ പോവാനുള്ള വല്ലതും തിന്നാണ്ടായോ? കുഞ്ചിക്കോഴി, പിള്ളേരൊക്കെ നല്ലായി നോക്കിക്കോണം കേട്ടോ. കാക്കയും കള്ളിപ്പൂച്ചയൊക്കെ ഉള്ളതാ. സൂക്ഷിച്ചു പോയാൽ നിനക്ക് കൊള്ളാം. അമ്മേ, എന്തുവാ? വിശന്നിട്ട് വയ്യ. ചക്കരേ, എടി ചക്കരേ, മോനെ അനന്താ. അമ്മച്ചി, ദേ മറ്റമ്മച്ചി. അപ്പനും കാണും. മറ്റമ്മച്ചി. മോനെ അനന്താ, എന്താടി ഇന്ന് കുളിയും ദേവാരൊന്നും ഇല്ലയോ? ഓ ഇല്ല ചേ, മേലാകെ ഒരു ഏനക്കേട്. അപ്പൻ എന്തിയാ മറ്റമ്മച്ചി? ഇങ്ങ് വന്നില്ലായിരുന്നോടി? മണ്ണാർശ വെച്ച് മിന്നായം പോലൊന്ന് കണ്ടതാ. ഞാൻ താമല്ലാക്കൽ അപ്പന്റെ കുടിയിലൊന്ന് കേറിയായിരുന്നു. പിന്നെ കൊത്താറിന്റെ പൊടി പോലും കണ്ടില്ല. അപ്പൻ പിന്നെ എന്തിയാ മറ്റമ്മച്ചി? അതിപ്പോ അപ്പൻ നാടറിയുന്ന പൊള്ളോനല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളാ. നീ പള്ളിക്കൂടത്തിൽ പാ നോക്ക്, കൊച്ചനൊന്നും കഴിക്കാനും കൊടുത്തില്ല. മോനിടാ, നീഞ്ഞു വന്നേ. ഇരി.
ജാനകി ഇവളെന്താടി ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇച്ചിരി വെള്ളം ചൂടാക്ക്, എനിക്കൊന്ന് കുളിക്കണം. ഓ, അവനെന്തേടി? അവൻ കിടന്നു കൊത്താറാ. ഓ ഓ കാത്തിരുന്ന് അവൻ ഉറങ്ങി. മോൻ മാത്രല്ല ഇവിടെ കാത്തിരിക്കുന്നെ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ എപ്പോഴും ഇങ്ങോട്ട് കയറി വരരുതെന്ന്? ഞാൻ അങ്ങോട്ട് വരില്ലേ?